തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വൈകാരികമായി പ്രതികരിച്ച കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ താൻ തന്നെയാണ് തെറ്റ് ചെയ്തത്, ഉറപ്പായും ജയിക്കുന്ന സീറ്റിൽ നിന്ന് മാറി മത്സരിച്ചു. ദില്ലി സന്ദർശനത്തിൽ മറ്റ് അജണ്ടകളില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാസ് മാറ്റണം, ഇത് രണ്ട് അജണ്ടയിലുള്ളൂ. അല്ലാതെ മറ്റേ ഞാൻ പറഞ്ഞല്ലോ, ഒന്നിനെക്കുറിച്ച് ഞാൻ ഒരു പരാതി പറഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് ഞാൻ തന്നെയാണല്ലോ തെറ്റ് ചെയ്തത്. സിറ്റിംഗ് സീറ്റ് ഉറപ്പായി ജയിക്കുന്നൊരു സീറ്റിൽ നിന്നും മാറി നിന്നു, മാറി കണ്ടസ്റ്റ് ചെയ്തു. അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു. അതല്ലാതെ എന്തിനാ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ ഒരു പരാതി എനിക്കില്ല. രാഹുൽ ഗാന്ധി ഇന്നലെ വിളിച്ചിട്ട് എന്താ സംസാരിച്ചത്? എങ്ങനെ? അതല്ല, കഴിഞ്ഞ 5 വർഷം അവിടെ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ വീഴ്ച പറ്റി. 5 വർഷമായിട്ട് അവിടെ സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ അത് വേണ്ടത്ര വിലയിരുത്തുന്നതിൽ വീഴ്ച പറ്റിയതുകൊണ്ടാണ് ഇത്രയും ഒരു പരാജയം ഉണ്ടാകാനുള്ള കാരണം. പാർട്ടി സംവിധാനത്തിനും വീഴ്ച പറ്റി. ഞാനത് പരിശോധിച്ചതുമില്ല. അവരുടെ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഏകോപനം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഞാൻ ആരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ നടന്ന കാര്യങ്ങളൊക്കെ KPC പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും വിശദീകരിച്ചു. അതല്ലാതെ ഞാൻ ആർക്കെതിരായിട്ട് നടപടിയെടുക്കാനും ആവശ്യപ്പെട്ടിട്ടില്ല. ആരെക്കുറിച്ചും ഞാൻ പരാതിയും പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി വിളിച്ചിട്ട് എന്താണ് സംസാരിച്ചത്? ഇല്ല, രാഹുൽ ഗാന്ധി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ കാര്യങ്ങൾ അദ്ദേഹത്തിനെ ധരിപ്പിച്ചു. അത്ര തന്നെ ഉണ്ടായി. രാഹുൽ ഗാന്ധി അല്ല, അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അതിലിപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഒരു വലിയൊരു മനുഷ്യൻ തെരഞ്ഞെടുപ്പ് പരാജയത്തിനെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ തിരക്കിനിടയിലും അദ്ദേഹം അതിന് സമയം കണ്ടെത്തി. കാരണം ഇത്രയും തിളക്കമാർന്നൊരു വിജയം കേരളത്തിലുണ്ടായപ്പോൾ പരാജയപ്പെട്ടൊരു സ്ഥാനാർത്ഥിയോട് വിളിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കാനുള്ള ഏറ്റവും വലിയൊരു ജനാധിപത്യ ബോധം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് തന്നെ എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. അല്ല, അങ്ങനെയൊന്നും നമുക്ക് പറയുന്നത് ശരിയല്ല. കാരണം ഒരെലക്ഷനോട് കൂടിയിട്ട് ലോകം അവസാനിക്കില്ലല്ലോ. പക്ഷേ അത് അവിടെ മാത്രം ഉണ്ടായ ഒരു പ്രതിഭാസമായിരുന്നു. കെ മുരളീധരനാണ് ഇപ്പോൾ ദില്ലിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ശരത് കെ ശശി നമ്മോടൊപ്പം ചേരുന്നു. ശരത്, രാഹുൽ ഗാന്ധി വിളിച്ച് സംസാരിക്കുന്നു, എന്തു പറ്റി എന്ന് ചോദിക്കുന്നു, അതിന് വിശദീകരണം മുരളീധരൻ നൽകുന്നു. ഇപ്പോൾ ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുരളീധരൻ കാണുന്നു. ദേശീയതലത്തിൽ ഈ പരാജയം പരിശോധിക്കുന്നു എന്നാണോ കാണേണ്ടത്? നികേഷ്, കോൺഗ്രസ് അധ്യക്ഷനുമായി അത്തരമൊരു കൂടിയാലോചന നിലവിൽ കെ മുരളീധരൻ നിശ്ചയിച്ചതായി അദ്ദേഹം പറയുന്നില്ല. പകരം സോണിയാഗാന്ധിയെ കണ്ടാൽ കൊള്ളാം എന്നതാണ് ഇപ്പോൾ പറയുന്നത്. ദില്ലി യാത്ര ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് തോൽവി, അതുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ, അവയൊക്കെ തന്നെ തീർച്ചയായും കെ മുരളീധരൻ പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം സജീവ രാഷ്ട്രീയത്തിലേക്ക് തൽക്കാലം 1 വർഷത്തേക്കില്ല എന്നുള്ള തീരുമാനം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തേക്കും മടങ്ങി വരുന്നതിനെക്കുറിച്ചൊരു പുനരാലോചന തൽക്കാലം നടത്തുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ എല്ലാം തൻ്റെ പിഴവ് എന്ന രീതിയിൽ ഏറ്റുപറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. 5 വർഷക്കാലം സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്നതിൽ പാർട്ടി നേതൃത്വത്തിനും അതുപോലെ തന്നെ തനിക്കും വലിയ വീഴ്ച പറ്റി. ആ പ്രവർത്തനങ്ങളൊന്നും മനസ്സിലാക്കാതെ ഏറ്റവും ഷുവറായി ജയിക്കുന്ന